ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് മാത്സിലെ പ്രധാനപ്പെട്ട കഴിഞ്ഞകാല എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള 5 മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12 = 5, 13 = 10, 14 = 17 ആയാൽ 15ന് തുല്യമായത് എന്താണ്? ഇത് മെന്റൽ എബിലിറ്റിയുടെ മാനസിക ശേഷി പരിശോധന ആ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാന്ന്. 12 = 5 എങ്ങനെയായിരിക്കും 5 കിട്ടിയിട്ടുണ്ടാവുക? 1 + 2 എത്രയാ? 3 ആണ് അല്ലെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ? 5 ആണ്. അപ്പൊ അത് തെറ്റാ. രണ്ടും കൂടി വെറുതെ ആഡ് ചെയ്താൽ പോരാ അല്ലെ. മറിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലാ. 1² + 2². അപ്പൊ നമുക്ക് 5 കിട്ടില്ലേ? അതായത് 1² എന്ന് വെച്ചാൽ 1 × 1, അത് ഇത്രയാണ് 1 തന്നെയാണ്. 2² എന്ന് വെച്ചാൽ 2 × 2, അപ്പൊ 1 + 4 ചെയ്താൽ നമുക്ക് 5 കിട്ടില്ലേ? അതായത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് എത്ര വിശദീകരിച്ച് പറയണത്. 1² എന്ന് വെച്ചാൽ എത്രയാണ്? 1 തന്നെ. 2² എന്ന് വെച്ചാൽ 2 × 2, അത് എത്രയാ? 4. അപ്പൊ 1 + 4 എത്രയാണ്? 5 ആണെന്ന് കിട്ടി. അപ്പൊ 12 = 5 ആണെന്ന് നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ. ഇനി അടുത്തത് 13 = 10 അല്ലെ. 13 = 10 അതെങ്ങനെയായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക? 1² + 3². അതായത് 1² എന്ന് വെച്ചാൽ 1 തന്നെ, 3² എന്ന് വെച്ചാൽ 3 × 3, അതായത് 9. അപ്പൊ 9 × 3 എത്രയായി? 10 ആയി. 10 എഴുതിക്കൂടെ? ഓക്കെ. ഇനി അടുത്തത് 14 = 17. അതെങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 14 = 17 1² + 4². 1² എന്ന് വെച്ചാൽ 1 × 1, 4² എന്ന് വെച്ചാൽ 4 × 4, അതായത് 1 + 16, അതായത് 17. അപ്പൊ ഇത് കിട്ടിയത് ഇങ്ങനെയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഈ 12 5 ആണെങ്കിൽ, 13 10 ആണെങ്കിൽ, 14 17 ആണെങ്കിൽ 15ന് തുല്യമായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ 15 എങ്ങനെയാണ് നമ്മൾ എഴുതുക? 1² + 5 × 5 അല്ലെ. 5². അതായത് എത്രയായിരിക്കും? 1² എന്ന് വെച്ചാൽ 1 ആണ്. 5² എന്ന് വെച്ചാൽ 5 × 5 25 ആണ്. അപ്പൊ 1 + 25, 1 + 25 എത്രയാണ്? 26 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എത്രയാണ്? 26 ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ PSC എപ്പോഴും ചോദിക്കാവുന്നതാണ്. ക്ലോക്കിന്റെ ഭാഗത്ത് നിന്നുള്ള ഒന്നാമത് പ്രതിബിംബം ചോദിക്കാം. ഓക്കെ, പ്രതിബിംബ സമയം ചോദിക്കാം. അതുപോലെ രണ്ടാമത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോണളവ് എത്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യനും PSCക്ക് എന്തായാലും ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ക്ലോക്കിലെ സമയം 7:20 ആയാൽ സൂചികൾക്കിടയിലെ കോണളവ് എത്ര? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? കോണളവ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. 30h - 11/2 മിനിറ്റ് ആണ്. അതായത് h എന്ന് വെച്ചാൽ എന്താണ്? മണിക്കൂർ സൂചിയും m എന്ന് വെച്ചാൽ മിനിറ്റ് സൂചിയും ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോണളവ് എത്രയാന്നുള്ളത് നമുക്ക് കിട്ടും അല്ലെ. സമയം നമുക്ക് എന്താ തന്നിട്ടുണ്ട്? 7:20 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ 30 × h എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചിയാ 7 ആണ് അല്ലെ. ഇവിടെ മണിക്കൂർ എത്രയാണ്? 7 മണിക്കൂർ. അപ്പൊ 7:20 എന്നാണ് ടൈം തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ h എത്രയാണ്? 7 ആണ്. -11/2 മിനിറ്റ് എത്രയാണ്? 20 മിനിറ്റ് ആണ്. × 20 ഇത് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ കോണളവ് എത്രയാന്ന് നമുക്ക് ഈസി ആയിട്ട് കാണാം അല്ലെ. 20 2 10 പ്രാവശ്യം 11 × 10 ചെയ്താൽ എത്ര കിട്ടും? 110 കിട്ടും. ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലെ. ഈ 30 × 7 ചെയ്താൽ എത്ര കിട്ടും? 7 21 210 കിട്ടും. സോ 210 - 110 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 ഡിഗ്രി ആണെന്ന് കിട്ടും. കോണളവ് എത്രയാണ്? 100 ഡിഗ്രി ആണെന്ന് കിട്ടും. അപ്പൊ കോണളവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്. ഇതൊന്ന് എഴുതി വെക്കാട്ടോ. 30h - 11/2 മിനിറ്റ് ആണ്. ഓക്കെ, h എന്ന് വെച്ചാൽ മണിക്കൂർ സൂചിയും m എന്ന് വെച്ചാൽ മിനിറ്റ് സൂചിയാണ്. അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോണളവ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കണക്കുകൾ ചെയ്തു പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 2/3 ഭാഗത്തോട് 46 കൂട്ടിയാൽ 100 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? ഇവിടെ നമുക്ക് സംഖ്യയെ x ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഒരു സംഖ്യയുടെ x-ന്റെ 2/3 ഭാഗത്തോട് 2/3 x × 2/3 2/3 ഭാഗത്തോട് എത്ര കൂട്ടി? നമ്മള് 46 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക പറഞ്ഞുള്ളത്? 100 കിട്ടും എങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. x എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ വളരെ സിമ്പിൾ ആണ്. x × 2 എത്രയാ? 2x/3 എന്ന് നമുക്ക് എഴുതിക്കൂടെ?
ഇസ് ഈക്വൽ ടു ഓക്കെ, ഇപ്പുറത്തുള്ളത് എന്താണ്? 100ന്റെ ഇപ്പുറത്തേക്ക് പോകും 46 അല്ലെ. അപ്പൊ 100 മൈനസ് 46 ആകും. 100 മൈനസ് 46 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 54 കിട്ടും അല്ലെ. 100 മൈനസ് 46 ചെയ്താൽ 54 കിട്ടും. ഇപ്പുറത്ത് എന്ത് കിടക്കുന്നുണ്ട്? 2x/3 കിടക്കുന്നുണ്ട് അല്ലെ. ഞാൻ അത് എടുക്കാം. 2x/3 സമം 54. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സിനെ കണ്ടുകൂടെ? എക്സ് ഈക്വൽ ടു 54 ഇൻറ്റു എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്താവും? 2/3 എന്നുള്ളത് എന്താവും? 3/2 ആവും കേട്ടോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, എക്സിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ 2/3 എന്നുള്ളത് എന്താവും? 3/2 ആവും. ഓക്കെ, അപ്പൊ എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. 2ന് 54 എത്ര പ്രാവശ്യം? 2 2 4, ഇപ്പുറത്തേക്ക് ഒരു 1 വന്നു അല്ലെ. അപ്പൊ 7 2 14, 27 ഇൻറ്റു 3 എത്ര വരിക? 81 എന്ന് വരും. അപ്പൊ എക്സ് എത്രയാണ്? 81 എന്ന് നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ് കേട്ടോ. അതായത് എക്സ് വെച്ചിട്ട് ഇങ്ങനെ എക്സ് കൺസിഡർ ചെയ്യുന്ന കണക്കുകൾ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നും കൂടി പറയാം. ഒരു സംഖ്യയുടെ 2/3 ഭാഗത്തോട് 46 കൂട്ടിയാൽ എത്ര കിട്ടുക? 100 കിട്ടും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് നമ്മളൊരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി. ദെൻ എക്സ് ഇൻറ്റു 2 എത്രയാ? 2x/3. ദെൻ 46 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി അല്ലെ. അപ്പൊ 100 മൈനസ് 46 എത്ര കിട്ടി? 54 കിട്ടി. ദെൻ ഇപ്പുറത്ത് ഒരു 2x/3 ഉണ്ട്. അതിൽ നിന്നാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത് അല്ലെ. 2x/3 ഈക്വൽ ടു 54. ദെൻ എക്സിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 54 ഇൻറ്റു 2/3 എന്നുള്ളത് 3/2 ആവും. ദെൻ വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാൽ 27 ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 81 കിട്ടും. എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? 81 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സോൾവ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് -√2/3യുടെ ഗുണന വിപരീതം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് തന്നിരിക്കുന്ന സംഖ്യനെ വ്യുൽക്രമമാക്കിയിട്ട് എഴുതുക. അതായത് തല തിരിച്ചിടുക. ചിഹ്നത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ -√2/3യുടെ ഗുണന വിപരീതം -3/√2 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ചിഹ്നത്തിന് മാറ്റമില്ലാതെ തന്നിരിക്കുന്ന സംഖ്യയെ വ്യുൽക്രമമായിട്ട് എഴുതുക. അത്ര മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. √31 പ്ലസ് √21 പ്ലസ് √90 മൈനസ് √9 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ കണക്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്. √9 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണ് അല്ലെ. √9 എത്രയാണ്? 3 ആണ്. അപ്പൊ നമ്മൾ തന്നിരിക്കണേ അതുപോലെ എഴുതുന്നു. 31 പ്ലസ് √21 പ്ലസ് √90 മൈനസ് √9 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണ്. അത് ഇവിടെ എഴുതുന്നു. ഓക്കെ, 90 മൈനസ് 3 ആയി. 19 മൈനസ് 3 എന്ന് വെച്ചാൽ എത്രയാണ്? 19 മൈനസ് 3 എത്രയാണ്? 16 ആണ് അല്ലെ. അപ്പൊ 16ന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എത്ര കിട്ടുക? 4 ആണ് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? √31 പ്ലസ് √21 പ്ലസ് എങ്ങനെ എഴുതാം? √19 മൈനസ് 3 എത്രയാ? √16 ആണ്. അപ്പൊ √16 എന്ന് വെച്ചാൽ എത്രയാ? 4 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ 4 ഇവിടെ എഴുതാം അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? √31 ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് √21 പ്ലസ് 4 ഉണ്ട്. അപ്പൊ 21 പ്ലസ് 4 ചെയ്താൽ എത്ര കിട്ടും? √25 ആണ് കിട്ടുക. √25 എന്ന് വെച്ചാൽ എത്രയാണ്? 5 ആണ് അല്ലെ. അപ്പൊ അത് എഴുതി കൂടെ. √31 പ്ലസ് 5. √31 പ്ലസ് 5 എന്ന് വെച്ചാൽ 36 ആണ്. √36 എത്രയാണ് ആൻസർ വരിക? 6 ആണ് ആൻസർ വരിക. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഈ അറ്റത്ത് നിന്ന് എൻഡിൽ നിന്ന് ചെയ്യാൻ തുടങ്ങുക. അപ്പൊ ഒന്നുകൂടി പറയാം. ആദ്യം √9 കണ്ടു, അപ്പൊ നമുക്ക് 3 കിട്ടി. ദെൻ 19 മൈനസ് 3 ചെയ്തപ്പോ √16 ആണ് കിട്ടുക. ആ 16ലെ √16 എന്ന് വെച്ചാൽ 4 അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഈ 21 പ്ലസ് 4 എന്ന് എഴുതി. 21 പ്ലസ് 4 എത്രയാണ്? √25 ആണ്. √25 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ് അല്ലെ. അതിനോട് നമ്മൾ എന്ത് ചെയ്തു? 31 കൂട്ടി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? √36 കിട്ടി. √36 എന്ന് വെച്ചാൽ 6 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 5 പ്രധാനപ്പെട്ട കാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള മാത്സിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിലെ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.